നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ കരിയറിൽ സംഭവിക്കുന്നതും അല്ലെങ്കിൽ സംഭവിച്ചതുമായിട്ടും പിന്നെ നമ്മുടെ മലയാളി താരം സഞ്ജുവിൻ്റെ കരിയറിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ളതുമായിട്ട് ഒരു സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാ, ഞാൻ പറഞ്ഞുതരാം. അതായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ ഇപ്പം ഉദാഹരണത്തിന് ലൈക്ക് തുരുതുര ഇങ്ങനെ സൂപ്പർ ഹിറ്റ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പടം പോലും പൊളിയുന്നില്ല. ലൈക്ക് ഒരു 1 ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് 3 പടങ്ങൾ അല്ലെങ്കിൽ 4 പടങ്ങൾ ഇങ്ങനെ ഹിറ്റായി വരുന്നു. അപ്പോൾ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ ഇത് പറയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യാനോ ആയിട്ട് ഒറ്റ മനുഷ്യൻ പോലും ഉണ്ടാവില്ല. പക്ഷേ അതേസമയം പുള്ളിയുടെ ഒരു 2 അല്ലെങ്കിൽ 3 പടം അടുപ്പിച്ച് പൊളിഞ്ഞു എന്ന് വിചാരിക്കുക, സപ്പോസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് പുള്ളിയുടെ സ്വന്തം ഫാൻസ് ഉൾപ്പെടെ തന്നെ ഒരു വലിയ വിഭാഗം പുള്ളിക്കെതിരെ തിരിയും. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ സഞ്ജുവിൻ്റെ കരിയറിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ ലാലേട്ടനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് തന്നെ നമുക്കെടുക്കാം. ഇപ്പോൾ പുള്ളിയുടെ പടം പൊട്ടുന്നത് ഒരിക്കലും പുള്ളി അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ കരിയറിലെ പ്രശ്നങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. ജസ്റ്റ് അങ്ങനെ സെലക്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ആ സെലക്ട് ചെയ്യുന്ന ആ ഒരു പടത്തിൻ്റെ ഒരു എന്താ പറയുന്ന ആ ഒരു സ്റ്റോറി ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് ലാലേട്ടൻ്റെ പെർഫോമൻസ് മോശമാണ് അതുകൊണ്ട് ആ പടം പൊട്ടി എന്നാരും എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു പടത്തിൽ പോലും അങ്ങനെ പറയത്തില്ല. ഉണ്ടായിരിക്കും 2-3 എണ്ണമൊക്കെ അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില സിനിമകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അതുപോലെ തന്നെയാണ് സഞ്ജുവിൻ്റെ കാര്യത്തിലും. പുള്ളി പരാജയപ്പെടുന്നതല്ല പ്രശ്നം. പുള്ളി ഓക്കെ, ഒരാൾക്ക് മോശം ഫോം ഉണ്ടാകും, പക്ഷെ പുള്ളിയുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ടാലൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു പരാജയമല്ല നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് സഞ്ജുവിൻ്റെ കാര്യത്തിൽ. അതായത് പുള്ളിയുടെ ഫുട് വർക്ക് ആയിക്കോട്ടെ, പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെ ഒരു രീതിയിലാണ് പുള്ളി ഇപ്പം ഇത് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ടാവും. ലൈക്ക് പുള്ളി നല്ല കരിയറിൻ്റെ ടോപ്പിൽ നിന്ന സമയത്ത് പുള്ളി ഓപ്പണറിൽ നിന്ന് മാറ്റി മിഡിൽ ഓർഡറിൽ കളിപ്പിക്കുകയും അപ്പം അങ്ങനെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ട് ഒരു മെൻ്റലി ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെയായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അപ്പം എന്നിരുന്നു കഴിഞ്ഞാലും ഇപ്പം പുള്ളിയുടെ ഈ പെർഫോമൻസിൻ്റെ ഇടയ്ക്കും ഹാർഡ് കോർ ആയിട്ടുള്ള കുറേ ഫാൻസൊക്കെ പുള്ളിയെ വിമർശിക്കുന്നുണ്ട്. അപ്പം ഇത് രണ്ടും ഈ 2 സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിനകത്തുണ്ടായിരിക്കുന്ന ഈ സാമ്യതകൾ. അപ്പം ഈ 2 പേരെയും നമ്മൾ അല്ലെങ്കിൽ മലയാളികൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇവരെ 2 പേരെ നമുക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഇവരുടെ 2 പേരുടെയും ടാലൻറ്റ് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരാൾ പുള്ളിയുടെ ചോയ്സ് ഓഫ് ഫിലിംസ് വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു, അടുത്തയാൾ പുള്ളിയുടെ ചോയ്സ് ഓഫ് ഷോട്ട് സെലക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. അപ്പം അത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പം യാദൃശ്ചികമായിരിക്കും. അങ്ങനെ ലാലേട്ടൻ ഹിറ്റുകൾ അടിച്ച് തിരിച്ചു വരുന്ന പോലെ നമ്മുടെ സഞ്ജുവും തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.